തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കാത്ത് സർക്കാർ. ഓർഡിനൻസ് ഗവർണർ മടക്കി അയച്ചതിന് പിന്നാലെ തന്നെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിനുള്ള തീയതി തീരുമാനിക്കും. തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാതെ ഗവർണർ ഒപ്പിടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിലുള്ള ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത്. എന്നാൽ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഓർഡിനൻസ് ഗവർണർ മടക്കിയിരുന്നു. പിന്നാലെ തന്നെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. കമ്മീഷന്റെ അനുമതിയോടെ ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി തദ്ദേശ വാർഡ് പുനർവിഭജനം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഗവർണറുടെയും നിലപാടുകൾ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. നിലവിൽ സാങ്കേതിക കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയ ഗവർണർ ഇനി മറ്റെന്തെങ്കിലും ഉടക്കിട്ട് പ്രതിസന്ധി തീർത്താൽ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ ബില്ല് കൊണ്ടുവന്നേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന് തീയതി തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ജൂൺ 10 മുതൽ സഭാ സമ്മേളനം ആരംഭിക്കാനാണ് സർക്കാർ ആലോചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.